മക്കളെ, ജെറൂസലേമിൽ നിന്ന് 3 മിനിറ്റ് പ്രയർ ലൈനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരെയും ഓർക്കുകയാണ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പലവിധ നിയോഗങ്ങളും പ്രാർത്ഥനകളുമായി ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവരുടെ പക്കലേക്ക് വചനമാകുന്ന യേശു ഇതാ കടന്നു വരികയാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറില്ലേ, ദൈവം എന്നെ കാണുന്നില്ലേ, ദൈവം എന്നെ കൈവിട്ടോ എന്ന ചിന്ത മനസ്സിൽ ഉയരുമ്പോൾ ഈ വചനം ഓർക്കുക. റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. മനുഷ്യനെ ദൈവമാക്കുന്ന ഒരു നിയമം, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ദൈവം ശാസിക്കുന്നത് നമ്മെ കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് ശിക്ഷണം നൽകുന്നത് നമ്മെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം തന്നെ പരിശീലിപ്പിക്കുന്നത് കൂടുതൽ കഴിവുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ മകളെ? നമ്മുടെ മാംസവും തൊലിയും ജീർണിച്ച് ബെറ്റ്സവറായി കിടക്കുമ്പോഴും അസ്ഥികൾ തകർന്ന് മറയുവാനോ തിരിയുവാനോ സാധിക്കാതെ കിടക്കുമ്പോഴും സകല വഴികളും അടച്ചവരെ ഓർക്കുമ്പോഴും സകലരുടെയും പരിഹാസപാത്രമാക്കുമ്പോഴും സാഹചര്യങ്ങളോ വ്യക്തികളോ ആക്കുമ്പോൾ അവരെ ശപിക്കരുത്, പിന്നെയോ അനുഗ്രഹിക്കൂ. ഏറെ സഹിക്കുന്നവർക്ക് അതിലേറെ സമ്മാനങ്ങൾ ഉണ്ട് എന്നറിയുക. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. സഹിക്കുന്നവരെ ആകട്ടെ കൂടുതൽ സ്നേഹിക്കുന്നു. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രയർ ലൈനിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർക്കും അത് ചെല്ലുന്ന ഭവനങ്ങൾക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സംബന്ധിച്ച സർവ്വ കുടുംബങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. ഓരോ കുടുംബങ്ങളും, ഓരോ വ്യക്തികളും, ഓരോ ദേശവും കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.